ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസ് ലിമിറ്റ്സ്, അതുപോലെ ക്ലാസ് ഇന്റർവെൽ, പിന്നെ ക്ലാസ് മിഡ് പോയിന്റ് തുടങ്ങിയ കോൺസെപ്റ്റുകളായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 50 to 60 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ 50 എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ലിമിറ്റും 60 എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് ലിമിറ്റും ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ക്ലാസ് ലിമിറ്റിനെയും ലോവർ ക്ലാസ് ലിമിറ്റിനെയും കൂടെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി ക്ലാസ് ഇന്റർവെൽസ് എന്ന് പറയുമ്പോൾ അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും അല്ലെ, ആ ലിമിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്നുള്ള കാര്യം വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തി. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയായിരിക്കണം ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കണം. ഓക്കെ, 4 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. അതിൽ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ സെലക്ഷൻ ഓഫ് ക്ലാസ് ആണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്ലാസ്, ഈ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു 10 to 20 അല്ലെങ്കിൽ 0 to 10, 10 to 20, 20 to 30 എന്നൊക്കെ പറയത്തില്ലേ, ഇത് തീരെ ചെറുതുമാകാൻ പാടില്ല, ഒത്തിരി വലുതുമാകാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യണം. അത് ഒരുപാട് വലുതുമാകാൻ പാടില്ല, ഒത്തിരി ചെറുതുമാകാനും പാടില്ല. ഓക്കെ, അപ്പൊ ഒരുപാട് ക്ലാസ്സുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചെറുതാണെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എപ്പോഴും ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ക്ലാസ് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ 0 to 10 എടുക്കണോ അല്ലെ 0 to 5 എടുക്കണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ തീരുമാനിക്കണം. രണ്ടാമതായിട്ട് ക്ലാസ് ലിമിറ്റ് ആണ്. ക്ലാസ് ലിമിറ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലോവസ്റ്റ് വാല്യൂ എത്ര ആയിരിക്കണം, ഹയസ്റ്റ് വാല്യൂ എത്ര ആയിരിക്കണം. ഓക്കെ, ലോവസ്റ്റ് വാല്യൂ എത്ര ആയിരിക്കണം, ഹയസ്റ്റ് വാല്യൂ എത്ര ആയിരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പം എത്ര ക്ലാസ്സുകൾ എടുക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്ലാസിന്റെ സൈസ് എത്ര ആയിരിക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സൈസ് ഓഫ് ക്ലാസ് ആണ് അടുത്തതായിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ 20 to 30 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇവിടെ 20 എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ലിമിറ്റും 30 എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് ലിമിറ്റുമാണ്. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എത്ര നമ്പർ ഓഫ് ക്ലാസ്സുകൾ വേണം എന്നുള്ളതാണ്. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അടുത്തതായിട്ട് ക്ലാസ് ലിമിറ്റ് ആണ്. അതായത് നമ്മൾ ഏത് സൈസ് ഓഫ് ക്ലാസ് എടുക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയ കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് ലിമിറ്റ് എടുക്കത്തില്ലേ, ക്ലാസ് ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്കതിനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ക്ലാസ് ഇന്റർവെല്ലുകളെ നമുക്ക് 2 രീതിയിൽ, അല്ലെങ്കിൽ ക്ലാസ് ലിമിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ് ആണ്. ഓക്കെ, ഇൻക്ലൂസീവ് ആയിട്ടുള്ള രീതിയിലും എടുക്കാം, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രീതിയിലും എടുക്കാം. ഓക്കെ ആണോ? ഇൻക്ലൂസീവും ഉണ്ട്, എക്സ്ക്ലൂസീവും ഉണ്ട്. എന്താണ് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ. ഇൻക്ലൂഡഡ് എന്നുള്ള മീനിങ് നിങ്ങൾ ഓർത്താൽ മതി. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ 0 to 9, 10 to 90, 20 to 29, 30 to 39. ഇതൊരു ക്ലാസ് ആണോടെ? ഇതൊരു ക്ലാസ് ആണ് അല്ലെ. ഇതൊരു ക്ലാസ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ വേറൊരെണ്ണം കൂടെ ഇവിടെ വരയ്ക്കാം. ഇവിടെ എഴുതാം 0 to 10,
0 to, sorry, 10 to 20, 20 to 30, 30 to 40. ഓക്കെ. അപ്പൊ ഇവിടെ ആദ്യത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് വരുന്നില്ല അല്ലേ? ഇപ്പൊ 0 to 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ കുറെ ഡേറ്റ് തരാണ്. ആ ഡേറ്റയിൽ ഒരു 9 ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഒരു 9 ഉണ്ട്. ഈ 9 നിങ്ങൾ എവിടെ ആഡ് ചെയ്യും? തീർച്ചയായിട്ടും നിങ്ങൾ ഈ 9 ധൈര്യമായിട്ട് നിങ്ങൾക്ക് എവിടെ ആഡ് ചെയ്യാം? ഈ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ആഡ് ചെയ്യാം അല്ലേ? ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ്, അതായത് ലോവർ ക്ലാസ്സും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റിലുമുള്ള ക്ലാസ്സുകൾ ഒരേ ഫ്രീക്വൻസിയിൽ തന്നെ അല്ലെ ഒരു സെയിം ക്ലാസ്സിൽ തന്നെ ആഡ് ചെയ്യുന്നതിനെയാണ്, ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഇതാണ് ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടും, അതായത് ലോവർ ലിമിറ്റും അതുപോലെ അപ്പർ ലിമിറ്റും ഒരേ ക്ലാസ്സിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഒരേ ക്ലാസ്സിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 9 എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി അത് ആദ്യത്തെ ക്ലാസ്സിൽ എഴുതാം. എന്നാൽ ഈ സെക്കൻഡ് ക്ലാസ്സിന്റെ കാര്യം, അതായത് ഈ സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന കേസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ കൊടുത്തിരിക്കുന്ന ക്ലാസ് ലിമിറ്റുകൾ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസിന് എക്സാമ്പിൾ ആണ്. എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ നമ്മൾ 10, ഇവിടെ 10 എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉണ്ട്. ഈ 10 ഞാൻ എവിടെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്? രണ്ടാമത്തെ ക്ലാസ്സിലായിരിക്കും അല്ലെ? രണ്ടാമത്തെ ക്ലാസ്സിലായിരിക്കും നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അപ്പർ അല്ലെങ്കിൽ ലോവർ ക്ലാസ് ലിമിറ്റിലെ നമ്മൾ ആ കോമൺ ആയിട്ട് വരുന്നതിനെ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി അതിനെ രണ്ടാമത്തെ ക്ലാസ്സിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം 10 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നമ്മൾ ഡേറ്റ എടുക്കുമ്പോൾ എവിടെയായിരിക്കും ആഡ് ചെയ്യുന്നത്? ഈ രണ്ടാമത്തെ 10ന്റെ ആ ക്ലാസ്സിലായിരിക്കും നമ്മൾ ഫ്രീക്വൻസി എണ്ണി എഴുതുന്നത്. നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് സഹിതം നോക്കിയതാണ് കേട്ടോ, എക്സ്ക്ലൂസീവ് രീതിയിൽ. അപ്പൊ നമുക്ക് എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് നിങ്ങൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുക ഓൺ ദ ബേസിസ് ഓഫ് ഇൻക്ലൂസീവ് മെത്തേഡ് അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. ഇപ്പൊ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, അവിടെ രണ്ടും ഒരുമിച്ചായിരിക്കും വരുന്നത്. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ക്ലാസ്സിലായിരിക്കും വരുന്നത്. പക്ഷേ മറ്റേടത്താവുമ്പോൾ, ഇതൊരു ജനറൽ എക്സാമ്പിൾ ആയിട്ട് അങ്ങ് മനസ്സിൽ പതിപ്പിച്ചു വെച്ചോളുക. ഇപ്പം 0 to 5 ഞാൻ എടുത്തു, അടുത്തത് ഞാൻ 6 to 11 ആയിരിക്കും അടുത്തതിൽ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ 12 to 17 ആയിരിക്കും അടുത്ത് എടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? പക്ഷേ എക്സ്ക്ലൂസീവിലേക്ക് വരുമ്പോൾ നമ്മൾ 0 to 5, 5 to 10, 10 to 15 അങ്ങനെയായിരിക്കും പോകുന്നത്. അതായത് ഇവിടെ രണ്ടുപേർ എന്ത് ചെയ്യും? റിപ്പീറ്റഡ് ആയിട്ട് വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യം വരുന്ന കൂട്ടത്തിലായിരിക്കില്ല നമ്മൾ ആ ഡേറ്റ, ആ ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നത്, രണ്ടാമത്തതിന്റെ കൂട്ടത്തിലായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ് അല്ലെ, എത്ര ക്ലാസ് എടുക്കണം എന്നുള്ളത്, നമ്പർ ഓഫ് ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ക്ലാസിന്റെ ലിമിറ്റ്, സൈസ് ഇമ്പോർട്ടന്റ് ആണ്. ആ സൈസിന്റെ കൂടെ തന്നെ അതിന്റെ ഇന്റർവെല് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ക്ലാസ് ലിമിറ്റുകൾ അല്ലെ, എക്സ്ക്ലൂസീവ് വേണോ ഇൻക്ലൂസീവ് വേണോ എന്നുള്ളത് തീരുമാനിക്കുക. അതുപോലെ തന്നെ എന്താണ് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രീക്വൻസി അല്ലെ, ഫ്രീക്വൻസി കറക്റ്റ് ആയിട്ട് നോക്കിയും വേണം. അതിന് നമുക്ക് ടാലി ഉപയോഗിക്കാം. അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസ് ഫ്രീക്വൻസിയും കൂടെ നോക്കണം കേട്ടോ. അതായത് ഓരോ ഡേറ്റയും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ആ ഒരു ക്ലാസ്സിൽ നോട്ട് ചെയ്യുകയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ആ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? അവിടെ 0 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു നമ്പർ ആയിട്ട് 0 വന്നു, ഏറ്റവും വലുതായിട്ട് 69 ആണ് വന്നത്. അപ്പൊ നമ്മൾ അത് ആദ്യം തീരുമാനിച്ചു, എത്ര നമ്പർ ഓഫ് ക്ലാസ്സസ് എടുക്കണം എന്നുള്ളത്. ഇനി ഓരോന്നിന്റെ സൈസ് നോക്കിയപ്പോൾ നമുക്ക് 0 to 10, 10 to, ഇതൊരു എക്സ്ക്ലൂസീവ് മെത്തേഡിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ്. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂസീവിലേക്കും ആക്കാം. 0 to 9, 10 to 19 അങ്ങനെയുള്ള രീതിയിലും വേണമെങ്കിൽ ആക്കി എഴുതി നോക്കാം കേട്ടോ. അപ്പോ
ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, എത്രമാത്രം എക്സ്ക്ലൂസീവ് വേണോ ഇൻക്ലൂസീവ് വേണോ, അതുപോലെ തന്നെ ഫ്രീക്വൻസി അല്ലെ. ഫ്രീക്വൻസി നിങ്ങൾ തീർച്ചയായിട്ടും മറന്നു പോകരുത്. ഫ്രീക്വൻസി ഇതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ഫ്രീക്വൻസിയും കൂടെ അറേഞ്ച് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ ടോട്ടൽ ഇതാ 50 എന്ന് പറഞ്ഞ് എഴുതി വെച്ചോ വേണമെങ്കിൽ. കാരണം ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. കാരണം ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റയുടെ സെയിം നമ്പർ തന്നെ ഈ ടോട്ടലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി ഇങ്ങ് പോരാം കേട്ടോ. തെറ്റാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. അപ്പോ ഇൻക്ലൂസീവ് മെത്തേഡിലും എക്സ്ക്ലൂസീവ് മെത്തേഡിലും എങ്ങനെയായിരിക്കണം ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കിപ്പം ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. അപ്പം ഇതേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഇൻക്ലൂസീവ് മെത്തേഡിൽ വെറുതെ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ 0 to 9 ഇവിടെ എഴുതാമേ. ഇവിടെ നമുക്ക് 0 to 9 എടുക്കാം. ആ 0ക്കും 9നും ഇടയിൽ എത്ര പേരുണ്ട് എന്നുള്ളത് നോക്കിക്കോളുക. ഇനി 9 എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ 9 എന്ന് പറയുന്ന ആ ഒരു നമ്പർ ഈ ഒരു ഫസ്റ്റ് ക്ലാസിന്റെ കൂടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോവുക കേട്ടോ. ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കി ചെയ്യുന്നതൊക്കെ സിമിലർ ആയിട്ടുള്ള രീതി തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അങ്ങനെ എഴുതി 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 നമ്മൾ ലാസ്റ്റ് എത്ര വരും, 50 to 69 എന്ന് വരും അല്ലെ. 50 to 69 എന്ന് വന്നു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ 69 എവിടെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്? ദാണ്ട് ഇവിടെ ഒരു 69 കിടപ്പുണ്ടല്ലോ. ഈ 69 നിങ്ങൾ എവിടെ ആഡ് ചെയ്യും? ദേ ഇവിടെ അങ്ങ് ആഡ് ചെയ്യും. ഓക്കെ, 1 എന്ന് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഇൻക്ലൂസീവ് മെത്തേഡും എക്സ്ക്ലൂസീവ് മെത്തേഡും ആഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിൽ ഡൗട്ട് ഇല്ലല്ലോ, സംഭവം സിമ്പിൾ അല്ലേ. ഞാൻ എന്തായാലും കുറച്ച് വർക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഞാൻ അഡീഷണൽ ആയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എക്സ്ക്ലൂസീവ് മെത്തേഡിലും ഇൻക്ലൂസീവ് മെത്തേഡിലും ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇത് ഇൻക്ലൂസീവ് ആക്കി ഒന്ന് നോക്കുക. സെയിം സാധനം തന്നെയാണ്, 0 to 9 എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ ഫൈനൽ ടോപ്പിക്കിലേക്ക് പോവാണ് ചാപ്റ്ററിന്റെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിവേരിയേറ്റും ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അപ്പൊ ഇതിൽ ഫസ്റ്റത്തത് യൂണിവേരിയേറ്റ്. നിങ്ങൾക്കറിയാലോ യൂണിക്കോൺ എന്നൊക്കെ പറഞ്ഞ എന്താണ്? യൂണിഫോം. യൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ, 1 എന്നുള്ള രീതിക്കാണ് അല്ലെ, 1 എന്നുള്ള രീതിക്കാണ്. അപ്പോ ഒരൊറ്റ വേരിയബിൾ ഉള്ള, സിംഗിൾ വേരിയബിൾ ഉള്ള, ഓക്കെ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാം, സിംഗിൾ വേരിയബിൾ ഉള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ വേരിയബിൾ ഉള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ബൈവേരിയേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. എന്തായിരിക്കും? രണ്ട് വേരിയബിൾസ് ആണ് അല്ലെ. ബൈ നിങ്ങള് അല്ലെ, ബൈ നിങ്ങള് പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ബൈനോക്കുലർ അല്ലെ, രണ്ട് ഇതല്ലേ ഉള്ളത്. ഓക്കെ, പിന്നെന്തൊക്കെ പറയാം, ബൈ വെച്ചിട്ട് കുറെ ഉണ്ടല്ലോ അവിടെ. അപ്പൊ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 എന്നുള്ള രീതിക്ക് യൂസ് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ ബൈ വേരിയേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ 2 വേരിയബിൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 വേരിയബിൾസിൽ നിന്ന് എടുക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും, ഇനി സിംഗിൾ വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റോ ഡേറ്റ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റോ ഡേറ്റ എന്താണെന്ന് പറഞ്ഞു, ഒറിജിനൽ ഡേറ്റയാണ്. അതിനുശേഷം നമ്മൾ ഡേറ്റയെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു: ക്രൊണോളജിക്കൽ, സ്പേഷ്യൽ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. ദെൻ വേരിയബിൾസ് നമുക്ക് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റ് ആയിട്ടും പറഞ്ഞു. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ അല്ലെ. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ മാത്രമേ പറ്റുള്ളൂ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് തന്നെ ക്ലാസ് ലിമിറ്റുകൾ ഓർക്കുക, ക്ലാസ് മിഡ് പോയിന്റ് ഓർക്കുക, ക്ലാസ് ഇന്റർവെൽ ഓർക്കുക. അതുപോലെ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അതുപോലെ സീരീസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസുകൾ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. അതിൽ ഇൻഡിവിജ്വൽ അറേ ആണ് നമ്മൾ പറയുന്നത്.
നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ കറക്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അടുത്തത് ഫ്രീക്വൻസി അറേ ആണ് ചോദിക്കുന്നതെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുകയും വേണം, ഒപ്പം അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എത്ര വട്ടമാണ് ഒരു ഡേറ്റ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എണ്ണി അങ്ങ് എഴുതി വെച്ചാൽ മതി. അവിടെ നമുക്ക് ടാലിയും യൂസ് ചെയ്യാം. ടാലി യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ 1 2 3 4 ലൈൻസ് ഇട്ടിട്ട് 5 എന്ന് പറയുന്നത് അതിനെ ക്രോസ് ചെയ്ത് വെട്ടുന്ന രീതിയിൽ വേണം ഇടാൻ. 6 എന്ന് പറയുമ്പോൾ അടുത്തത് വീണ്ടും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ വരുന്നതാണ് അല്ലെ. കണ്ടിന്യൂസ് സീരീസിലാണ് നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അവിടെ നമുക്ക് ഫ്രീക്വൻസി ക്ലാസിന്റെ കൂടെ ആയിരിക്കും വരുന്നത്. അതിനെ ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവ് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ 0 to 9 അങ്ങനെ പോകുന്നത്. ഇനി 0 to 10, 10 to 20 അങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരുന്നതിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പം 10 നമുക്ക് ആദ്യത്തെ ക്ലാസിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യില്ല. 10 സെക്കൻഡിൽ വരുമ്പോഴായിരിക്കും നമ്മൾ അതിന്റെ കൂടെ ആയിരിക്കും ആഡ് ചെയ്യുന്നത് അല്ലെ. 0 to 10ന്റെ കൂടെ നമ്മൾ ആ 10 കൂട്ടില്ല. 10 to 20യുടെ കൂടെ ആയിരിക്കും 10 വന്നു കഴിഞ്ഞാൽ കൂട്ടുന്നത്. പിന്നെ നമ്മൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് ഫ്രീക്വൻസി എന്താണെന്ന് നമുക്കറിയാം. യൂണിവേരിയേറ്റും ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ യൂണിവേരിയേറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ വേരിയബിൾ ആണ്, ഒരൊറ്റ വേരിയബിൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ക്ലാസ് വെച്ചുണ്ടാക്കുന്ന അല്ലെ, അതിനെയാണ് നമ്മൾ യൂണിവേരിയേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബൈവേരിയേറ്റ് എന്ന് പറയുമ്പോൾ 2 വേരിയബിൾസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.